ഉഡ്ഡ പഞ്ചാബ് വിഷയത്തിൽ സെൻസർ ബോർഡിന് തിരിച്ചടി. സെൻസർ ബോർഡ് ഇടപെടലിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ മുംബൈ ഹൈക്കോടതിയുടെ അനുകൂല വിധി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്രിക വെക്കാൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേർന്നു. സന്തോഷ്, കോടതി മറ്റ് എന്തൊക്കെ പരാമർശങ്ങളാണ് നടത്തിയത്? മറിയ, സിനിമയിലെ ഭാഗങ്ങൾ മുറിച്ചുമാറ്റാൻ സെൻസർ ബോർഡിന് അധികാരമില്ല. അതോടൊപ്പം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും സെൻസർ ബോർഡിന് ആവില്ല. സിനിമ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് തുടങ്ങിയ പരാമർശത്തോടെയാണ് ബോംബെ ഹൈക്കോടതി ഉഡ്ഡ പഞ്ചാബ് എന്ന സിനിമയ്ക്ക് റിലീസിംഗ് അനുമതി നൽകിയത്. 2 ദിവസത്തിനകം തന്നെ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചു. അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ 13 വിഭാഗങ്ങളിലായുള്ള 89 പരാമർശങ്ങൾ മാറ്റണം എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി തള്ളുകയും പകരം ഒരു ഭാഗം നീക്കം ചെയ്യുക മാത്രം ചെയ്താൽ മതി എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജനക്കൂട്ടത്തിന് നടുവിൽ മൂത്രമൊഴിക്കുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ. അതുമാത്രം നീക്കം ചെയ്തുകൊണ്ട് സിനിമ റിലീസ് ചെയ്യാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചാബിനെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ഒന്നും തന്നെ സിനിമയിൽ ഇല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സെൻസർ കാണിച്ചതുപോലെ തന്നെ സിനിമയെ നിരോധിക്കേണ്ട തരത്തിലുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിക്കേണ്ട തരത്തിലുള്ള ഒരു ഭാഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഈ സിനിമയിലെ ഭാഗങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് തന്നെ കോടതി വ്യക്തമാക്കുകയുണ്ടായി. സിനിമയുടെ റിലീസിംഗ് തടയണമെന്ന സെൻസർ ബോർഡിന്റെ ആവശ്യവും കോടതി തള്ളി. ഇതുപ്രകാരം ഈ മാസം 17-ാം തീയതി തന്നെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ഉണ്ടായതുകൊണ്ട് ഈ മാസം 17-ന് തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്ന് സംവിധായകനും അറിയിച്ചിട്ടുണ്ട്. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വർക്കല വെട്ടുകാട്ടിൽ ബ്ലേഡ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബ്ലേഡ് മാഫിയ സംഘം കുടുംബാംഗങ്ങളെ സ്വവസതിയിൽ നിന്നും ക്രൂരമായി ആക്രമിച്ച് ഇറക്കിവിട്ടു. 1 മാസത്തെ പലിശ തിരിച്ചടവ് മുടങ്ങിയതിനാണ് ബ്ലേഡ് മാഫിയയുടെ അക്രമം. വെട്ടുകാട്ടിൽ സോളമന്റെ വീടും സ്ഥലവും ബ്ലേഡ് മാഫിയ കൈക്കലാക്കി. തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ബ്ലേഡ് മാഫിയ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വർക്കല വെട്ടുകാട് കുളമുട്ടം സോണി ലാൻഡ് എന്ന വീട്ടിലെ സോളമൻ, ലില്ലി സോളമൻ എന്നിവർക്കാണ് ബ്ലേഡ് മാഫിയയുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നത്. ആകെയുള്ള 8 സെന്റ് സ്ഥലവും വീടും ബ്ലേഡുകാർക്ക് തീരെഴുതി കൊടുത്ത് സോളമൻ കഴിഞ്ഞ മാർച്ചിൽ 12 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. മാസം 35,000 രൂപ തവണ വ്യവസ്ഥ പ്രകാരം അടയ്ക്കുമെന്നായിരുന്നു കരാർ. ഇതനുസരിച്ച് 70,000 രൂപ സോളമൻ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ മാസത്തെ തവണ അടയ്ക്കാനായില്ല. 10-ലേറെ പേർ ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പറയുന്നു. ശരിക്ക് തല്ലി, എന്നിട്ട് എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറി അത് അവിടെ വെച്ചായിരുന്നു. ഈ ഷാജി എന്ന് പറഞ്ഞ ഷാജിയും പിന്നെ മാനു എന്ന് പറഞ്ഞൊരു ചെറുക്കനും. അവനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവൻ വെറും ഒരു ഗുണ്ടയാണ്. ഇങ്ങനെയാണ് ഒരു അടിയടിച്ചത്. എന്നിട്ട് ആ ഷാജി എന്ന് പറഞ്ഞ എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറി. എല്ലാവരും കണ്ടുകൂടെ ഉള്ള. എന്നാൽ തങ്ങൾക്ക് സോളമൻ വിലയാധാരമായി വിറ്റതാണ് വീടെന്നതാണ് ബ്ലേഡ് സംഘത്തിൻ്റെ പക്ഷം. എന്നാൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും സോളമൻ്റെ പേരിൽ തന്നെയാണ്. 100 കണക്കിന് നാട്ടുകാർ നോക്കി നിൽക്കെയാണ് ബ്ലേഡ് മാഫിയ സംഘം വീട്ടമ്മമാരടക്കമുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ച് വീട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. അധികാരികൾ വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലേഡ് മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടും. ബ്ലേഡ് മാഫിയ സംഘത്തിൻ്റെ ആക്രമണം നടന്ന വീട്ടിനുള്ളിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം എസ് ജീവൻകുമാർ, വർക്കല. വിവാദ ഭൂമികളിൽ കൃഷി ഇറക്കാൻ കൃഷി വകുപ്പിന്റെ പദ്ധതി. ആറന്മുള, മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കൃഷി ഇറക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറിയിൽ നിന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ റിപ്പോർട്ട് തേടി. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന നയത്തിന്റെ ചുവടുപിടിച്ചാണ് മെത്രാൻകായലിലും ആറന്മുള വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെത്രാൻകായൽ അതുപോലെ തന്നെ ആറന്മുള നികത്തിയിട്ടുള്ള സ്ഥലത്തും അതുപോലെ അവിടെ കൃഷിഭൂമിയൊക്കെ കിടക്കുന്ന സ്ഥലത്തും വീണ്ടും കൃഷി ആരംഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അഗ്രികൾച്ചർ സെക്രട്ടറി രാജു നാരായണസ്വാമിയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ തണ്ണീർത്തട നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയെല്ലാം കൃഷി പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മെത്രാൻകായലിൽ കൃഷിയിറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 17-ന് പ്രദേശം കൃഷിമന്ത്രി സന്ദർശിക്കും.
17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി സുനിൽകുമാറിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, തൃശൂർ. മൂന്നാറിലെ 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. റിസോർട്ടുകൾ ലൈസൻസ് പുതുക്കാത്തതിനാലാണ് പഞ്ചായത്തിന്റെ ഈ നീക്കം. ട്രോളിംഗ് നിരോധനം അട്ടിമറിച്ച് കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ വിദേശ കപ്പലുകൾ കേരള തീരത്തേക്ക് അടുക്കുന്നു. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. വിദേശ കപ്പലുകളുടെ മത്സ്യബന്ധനം നിരോധിക്കാൻ ശുപാർശ ചെയ്ത അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രം അട്ടിമറിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ട്രോളിംഗ് നിരോധനമുള്ള 1.5 മാസക്കാലം വിദേശ മത്സ്യബന്ധന കപ്പലുകൾക്ക് കൊയ്ത്തുകാലമാണ്. കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ ആഴക്കടലിൽ കേരള തീരത്ത് വിദേശ കപ്പലുകൾ നിരന്നു കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിനും നേവിക്കുമാണ് ഇവയെ നിയന്ത്രിക്കാനുള്ള ചുമതലയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാറില്ല. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഡോക്ടർ അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തത് ഇതിനുദാഹരണമായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 1-ാം തീയതി സംസ്ഥാന സർക്കാരുകളുമായി റിപ്പോർട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ലോബിയും ഇന്ത്യയിലെ കുത്തകകളും ചേർന്ന് ഈ റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ്. വിദേശ കപ്പലുകൾക്ക് മത്സ്യബന്ധനത്തിന് നൽകിയ അനുമതി റദ്ദാക്കുക, മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സജ്ജമാക്കുക തുടങ്ങി ഒട്ടേറെ സുപ്രധാന നിർദ്ദേശങ്ങൾ കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നു. കപ്പൽ ലോബിയുടെ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പുതിയ നീക്കവുമായാണ് തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജയലളിത ആവശ്യപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ കർഷക സംഘടനകളുടെ ഫെഡറേഷനുകളും ഈ ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി വിഷയത്തിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അണ്ണാ DMK NDA ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് ജയലളിത മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാജ്യസഭയിലടക്കം നിർണായക വിഷയങ്ങളിൽ BJPക്ക് അണ്ണാ DMKയുടെ പിന്തുണ ആവശ്യമായതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് VM സുധീരൻ. മുൻ റിപ്പോർട്ടുകൾക്ക് വ്യത്യസ്തമായി മേഖലാ സമിതികളുടെ റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടാകുമെന്നും സുധീരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുന്ന 4 മേഖലാ സമിതികൾക്ക് KPCC 19 മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിർജീവരായ നേതാക്കൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ കണ്ടെത്തുക, ജംബോ കമ്മിറ്റികൾ ഗുണം ചെയ്തോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന വിവരം, സമിതി രൂപീകരിച്ച വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ പൊതുവിവരവും ഹൈക്കമാൻഡിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകാനാണ് 4 കമ്മിറ്റികൾക്കുമുള്ള KPCCയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പൗലോസ് മാർ ദിത്വിയൻ കാത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ തങ്ങൾ അനാഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ സനാഥരാണെന്ന് പൗലോസ് ദിത്വിയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാത്തോലിക്ക ബാവ ആശംസകൾ നേർന്നു. ഞങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വികാരമാണ്. ഞങ്ങൾ ഇപ്പോൾ സനാഥരാണ് പൊളിറ്റിക്കലി, മറ്റും ഞങ്ങൾ അനാഥരാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ MLA ഹോസ്റ്റലിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം VS ഓഫീസിലെത്തി. നെയ്യാർ ബ്ലോക്കിലെ 1D ആണ് VSന്റെ ഓഫീസ്. ഒരു 11 മണി ഉച്ചയ്ക്ക് മുമ്പും ഒരു 4-ന് ശേഷം ഉച്ചയ്ക്ക് ശേഷവും
എന്ന് പൊതുവെ പറയാവുന്നതാണ്. അത്യാവശ്യമുള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ മാനസികം ഉണ്ടാകും. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് തരികിട സാബു. തനിക്കെതിരെ രാമകൃഷ്ണൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മണിയുടെ മരണം വിറ്റ് കാശാക്കുകയാണ് രാമകൃഷ്ണനെന്നും തരികിട സാബു പറഞ്ഞു. തനിക്കെതിരെ ആരോപണമുന്നയിക്കുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് സാബു പറഞ്ഞു. രാമകൃഷ്ണനെയും തന്നെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഇരുവരും തമ്മിൽ പിന്നെന്താണ് വ്യത്യാസമെന്നും സാബു ചോദിക്കുന്നു. ഇരുവരുടെയും പേരിൽ ആളുകൾ സംശയം ഉന്നയിച്ചിട്ടുണ്ടെന്നും സാബു. രാമകൃഷ്ണനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ടുപേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമകൃഷ്ണനും മണിച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നൊരു കക്ഷിയല്ല. എന്നാൽ തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തനിക്ക് സാബുവിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. തന്റെ ജ്യേഷ്ഠന്റെ സമ്പത്തിൽ മാത്രമായിരുന്നു സാബുവിന്റെ കണ്ണെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്ക് സാബുവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സാബു ഒരിക്കൽ പോലും സാബുവിനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് സാബു വന്നിട്ടില്ല. സാബു എന്താ ഉദ്ദേശം? ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതായത് സാബുവിന് എന്റെ സഹോദരന്റെ സാമ്പത്തികവും അല്ലെങ്കിൽ എന്റെ സഹോദരനിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ വാങ്ങിച്ചെടുക്കുക. അത് വളരെ സത്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. EMS ജന്മദിനത്തോടനുബന്ധിച്ചുള്ള EMS സ്മൃതി സംവാദങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. റീജിയണൽ തിയേറ്ററിൽ ആരംഭിച്ച സംവാദം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. സുധാകർ റെഡ്ഡി, മേധാ പട്കർ, K സച്ചിദാനന്ദൻ, പ്രഭാത് പട്നായിക് തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. സമകാലീന ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന EMS സ്മൃതി സംവാദങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ എന്ന പരികൽപ്പന സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക നീതി വീണ്ടെടുക്കാൻ ഒരു കർമ്മ പരിപാടി എന്നതായിരുന്നു മുഖ്യ വിഷയം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംവാദം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഫാസിസത്തിലേക്കുള്ള പാത ഒരുങ്ങുകയാണെന്നും ഇത് തടയാൻ നമുക്ക് സാധിക്കുമോ എന്നതിലാണ് ഇന്ത്യ എന്ന പരികൽപ്പനയിൽ പ്രധാനമെന്നും യെച്ചൂരി പറഞ്ഞു. CPI ജനറൽ സെക്രട്ടറി K സുധാകർ റെഡ്ഡി, പ്രഭാത് പട്നായിക്, മേധാ പട്കർ, K സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സച്ചിദാനന്ദൻ എഡിറ്റ് ചെയ്ത വേർഡ്സ് മാറ്റർ, റൈറ്റിംഗ് അഗെയിൻസ്റ്റ് സൈലൻസ് എന്ന പുസ്തകം സീതാറാം യെച്ചൂരി പ്രകാശനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വിഷയാവതരണം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റംസാന് ഗൾഫിൽ നിന്നും ലീവെടുത്തെത്തിയ വയനാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ റംസാൻ വിശേഷം അല്പം വ്യത്യസ്തമാണ്. രുചികരവും വ്യത്യസ്തവുമായ നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴവർ. റംസാൻ കാലമാണ്. നാടെങ്ങും വ്യത്യസ്തമാർന്ന നോമ്പുതുറ വിഭവങ്ങളുടെ രുചിക്കാലം. ഗൾഫിൽ നിന്ന് ലീവെടുത്ത് വീട്ടുകാർക്കൊപ്പം പുണ്യകാലത്ത് എതിരേൽക്കാനെത്തിയതാണ് മാനന്തവാടി എടവക 24-ലെ മുഹമ്മദും നൌഷാദും. ഒരു മാസത്തെ അവധിയുണ്ട്. ഗൾഫിൽ ഹോട്ടലിലാണ് ഇരുവരും. പിന്നെ താമസിച്ചില്ല. രുചി വിഭവങ്ങളുടെ കൂട്ടൊരുക്കി ഒരു മാസക്കാലം നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുവാൻ തീരുമാനിച്ചു. നോമ്പുതുറയ്ക്ക് എന്തെല്ലാം വേണം? എല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. വിഭവങ്ങൾക്ക് നല്ല സ്വീകാര്യതയും ലഭിച്ചു. മുഹമ്മദിനും നൌഷാദിനുമൊപ്പം ഇപ്പോൾ കൂട്ടുകാരും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. തോമസ് ഉണ്ണിയാടനെ വീഴ്ത്തി ഇരിങ്ങാലക്കുട പിടിച്ചെടുത്ത KU അരുണന് മണ്ഡലത്തെ സംബന്ധിച്ച് വ്യക്തമായ വികസന കാഴ്ചപ്പാടാണുള്ളത്. പ്രഥമ പരിഗണന നൽകുന്നത് കുടിവെള്ള വിതരണത്തിനാണ്. സമഗ്ര വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും MLA പറയുന്നു. കേരള കോൺഗ്രസ് MLA തോമസ് ഉണ്ണിയാടനെ വീഴ്ത്തി ഇരിങ്ങാലക്കുട പിടിച്ചെടുത്ത KU അരുണന് മണ്ഡലത്തെ സംബന്ധിച്ച് വ്യക്തമായ വികസന കാഴ്ചപ്പാടാണ് ഉള്ളത്. പ്രഥമ പരിഗണന നൽകുന്നത് കുടിവെള്ള വിതരണത്തിനാണ്. കാർഷിക രംഗത്തെ ഊർജിതമാക്കാൻ പ്രത്യേക പദ്ധതികളുണ്ടാവും. പതിറ്റാണ്ടുകളായി ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന ഇരിങ്ങാലക്കുട നഗരത്തിന് ആശ്വാസമേകും. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഏരിയനെ സംബന്ധിച്ചിടത്തോളമുള്ള ഗതാഗത കുരുക്ക് അത് കുറെ കാലമായിട്ടുള്ളതാണ്. അതൊന്നും ഇല്ലാതാക്കാനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയിലെത്താൻ ഗ്രാമപ്രദേശങ്ങളിൽ അഫിലിയേറ്റഡ് കോളേജുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് MLA പറയുന്നു. അഫിലിയേറ്റഡ് കോളേജസ് തന്നെ തുടങ്ങണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ കഴിയും.
ആരോഗ്യരംഗത്ത് ചികിത്സാ സബ്സിഡികൾ ലഭ്യമാക്കുകയെന്ന ബദൽ പദ്ധതിയും MLA KE ഉരുണൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ശ്രമമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.